നബി തങ്ങൾ കാണിച്ചു കൊടുത്തത് അവരോട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബാപ്പക്ക് തങ്ങൾ അറബിയിലെ ഖുത്ബ ഓതിയിട്ടുള്ളൂ, മർഹൂം പാലക്കാട് തങ്ങൾ അറബിയിലെ ഖുത്ബ ഓതിയിട്ടുള്ളൂ, ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദ് അറബിയിലെ ഖുത്ബ ഓതിയിട്ടുള്ളൂ, എ പി ഉസ്താദ് അറബിയിലെ ഖുത്ബ ഓതാൻ പാടുള്ളൂ എന്നാണ് സ്ഥാപിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നമ്മളെവിടെ നിൽക്കണം? അതിന് ഖുത്ബ അറബിയിലായാൽ തിരിയേണ്ടേ? എടോ, ഇതിലേറെ തിരിയേണ്ട സമയമല്ലേ മാലിക് ദിനാർ തങ്ങൾ വന്നപ്പോ? ഇന്നിത്തരെങ്കിലും തിരിയുണ്ടല്ലേ നമുക്ക്, അല്ലേ? നമുക്ക് കുറച്ചൊക്കെ അറബിയും കുറച്ചൊക്കെ ഇംഗ്ലീഷും അയാൾ ഗോയിന്തിന് വരുമ്പത്തിൽ കൊടുത്ത കാൽ തെറ്റുകൊണ്ട പാടത്തിലേക്കാന്ന് വെച്ചാൽ അങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് അറബിയിലേക്ക് നമ്മൾ ഇംഗ്ലീഷ് തിരിയുന്നുണ്ട്, അല്ലേ? നമ്മളവിടുത്തെ ഒരു അന്തം വിട്ട കുട്ടി നാളെ സൗദി പോയി ഡ്രൈവിംഗ് പഠിച്ചു. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു സർക്കിൾ ഡ്രൈവിംഗ് അത് കൊടുക്കുമ്പോൾ അവിടുന്ന് ഒരു വണ്ടി ഇങ്ങോട്ട് വരാൻ പറ്റും. ഇവങ്ങനെ ഓണടിച്ചു, മറ്റേ വണ്ടിക്കാരൻ കേട്ടില്ല. വണ്ടി വന്ന് മുട്ടി. വണ്ടി വന്ന് മുട്ടിയപ്പോൾ ഉടനെ പോലീസുകാർ വന്നു. അവിടെ പിന്നെ പോലീസിനെ വിളിച്ചോട്ടെ അവര് വരും. പോലീസുകാരൻ വന്നപ്പോ ഈ കുട്ടിക്ക് അധികം അവധിയൊന്നും അറിയില്ല. അപ്പൊ ഉഹ്മാൻ എന്ത് പറഞ്ഞു? സയ്യിദിനെ അവിടെ വിളിച്ചാൽ സാറിനാണ്. സയ്യിദി അന ഫി പി 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 ഹുവ മാ പി ബി പി പി ആണ്. ഓന്റെ വരവ് ശരിയില്ലാന്ന് തോന്നിയപ്പോ തന്നെ ഞാൻ പി 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 എന്ന് ഓണടിച്ചുകൊണ്ടാ വന്നത്. ഓൻ പി 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 എന്നും കൂടി അടിച്ചിട്ടില്ല. ഓൻ വന്ന് ഇങ്ങോട്ട് തട്ടിയതാണ്. പോലീസുകാരുടെ കാര്യം മനസ്സിലായി. വിഷയത്തിന് മറ്റവരെ കൂട്ടിക്കൊണ്ട് ഇവനോട് പോകാൻ പറഞ്ഞു. ഇരിക്കട്ടെ. അപ്പൊ ഇങ്ങനെയെങ്കിലും അറബി തിരിയണ കാലാണ്, അല്ലേ? അള്ളാ അള്ളാ, ഇവിടെ ഇപ്പൊ അറബി പറയാൻ നിന്നാലേ എത്ര ആളിവിടെ അറബി അറിയുന്നവരുണ്ടെന്ന് അറിയാം. പണ്ടൊക്കെ ഇവിടുന്ന് പോയാൽ മതി. ഇപ്പൊ നമ്മൾ അറബി രാജ്യത്ത് പോയിട്ടായിരിക്കുന്ന അറബി രാജ്യത്ത് കലക്കി കുടിച്ച മനുഷ്യന്മാർ പലരും ഇവിടെ അറബി ഇങ്ങനെ പറയാൻ ഒരുങ്ങിയാൽ പഠിച്ചു പോയാൽ ഞങ്ങൾ അന്തം വീടാണ്. ഇവരെ അവിടെ പോയിട്ട് അറബി പറയുന്നുണ്ടായി. എന്താ അറബിന്റെ ഉഷാദ് അവിടെ? കാരണം ഏത് ഭാഷക്കും എന്തൊരു ആദി ലാംഗ്വേജ്, ആദി ഒരു സാധാരണ ഭാഷയുണ്ട്. എല്ലാവരും അറബി പറയുന്നുണ്ട്. എത്ര ആളപ്പോ അറബി പറയുന്നത്? നമ്മളെ ഈ കൂട്ടത്തിൽ അറബി പറയാൻ വേണ്ടി എഴുന്നേറ്റുന്ന ചിലപ്പോൾ ഞാൻ തോൽക്കേണ്ടി വരും. ഇന്ന അറബി ഓർക്കും തിരിയില്ല, ഓരോ അറബി തിരിയും. എന്നാലും മൊത്തത്തിൽ എന്ത് തിരിയും? ഇത് അറബിയാണെങ്കിൽ തിരിയും. മൊത്തത്തിൽ നമ്മൾ ആശയങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇതൊന്നുമില്ലല്ലോ മാലിക് ദിനാർ തങ്ങൾ വന്നപ്പോ, ഇതൊന്നുമില്ലല്ലോ മാലിക് ബിൻ ഹബീബ് തങ്ങൾ വന്നപ്പോ. അതൊന്നും ഇല്ലാത്ത അന്ന് എന്തേ ഓടാകുന്നത്? എന്നാ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഹജ്ജിന് ഞാൻ മക്കത്തുണ്ട്. ഹജ്ജിന്റെ സമയത്ത് നോക്കുമ്പോൾ അവിടെ കൂടിയ ഹജ്ജിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച, അതിനു മുമ്പത്തെ വെള്ളിയാഴ്ച, അതിനു മുമ്പത്തെ വെള്ളിയാഴ്ച, 3 വെള്ളിയാഴ്ച ഞങ്ങൾ അവിടെ ജുമാക്ക് കൂടി, ഒരു വെള്ളിയാഴ്ച മദീനത്തും കൂടി. അപ്പൊ ഞാനിങ്ങനെ കഅബത്തിനടുത്ത് ജുമാക്ക് നോക്കുമ്പോൾ അവിടെ ജുമാക്ക് കൂടിയ ആളുകളിൽ 75% അറബി അല്ലാത്ത നാട്ടിൽ നിന്ന് വന്നവരാണ്. ആദ്യം ഹജ്ജിനെത്തുന്നത് ഇന്ത്യക്കാർ, പിന്നെ ആദ്യം ഹജ്ജിനെത്തുന്നത് ആര്? ഇന്തോനേഷ്യക്കാർ, പിന്നെ ആദ്യം ഹജ്ജിനെത്തുന്ന ആര്? മലേഷ്യ, സിംഗപ്പൂർ ഭാഗത്തുള്ളവർ. ഇവരൊന്നും അറബികളല്ലോ അല്ല. എന്നിട്ട് മക്കത്തെ ഇമാമ് ഹജ്ജിനെ പറ്റിയും തവാഫിനെ പറ്റിയും സഅയിനെ പറ്റിയും ഒക്കെ പറയുന്നേ. ഏത് ഭാഷയിൽ? എന്താ അവിടെ കൂടിയ ആളുകളെ പരിഗണിച്ചിട്ട് ഒരു ഖുത്ബ ഇംഗ്ലീഷിലായി. ഹജ്ജിന്റെ മുമ്പ് ഒരു ഖുത്ബ ഏതിൽ? ഇംഗ്ലീഷിൽ. നമ്മളെ മലയാളം പോട്ടെ, ഇതിപ്പോ കുറച്ച് ആൾക്കാർ തന്നെ ഒരു വേൾഡ് ഭാഷയായ ഇംഗ്ലീഷ് ഖുത്ബ ഓതിയോ? അല്ലേ? പോട്ടെ, ഉറുദുവിലൊരു ഖുത്ബ ഓതിയോ? എന്നാല് സിംഗപ്പൂർ, മലേഷ്യ, ബ്രൂണൈ, ഇന്തോനേഷ്യ അടക്കമുള്ള ഒരു 10ഓളം രാജ്യങ്ങൾ സംസാരിക്കുന്നതാണ് അവരുടെ ഭാഷ. അതിന്റെ ലിപി ഇംഗ്ലീഷും ഭാഷ മലയാളം ഭാഷ എന്നുള്ളതൊക്കെ ഏതാണ്? ഒറ്റ ഭാഷയാണ്. എന്ന ഒരു വെള്ളിയാഴ്ച അതിന് ഖുത്ബ ഓതി ഇല്ല. എന്തേ? ഹബീബുന മുഹമ്മദ് മുസ്തഫ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബിയെ ഖുത്ബ ഓതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടുകാർക്ക് എവിടെ നിന്ന് കിട്ടിയത്? നമ്മുടെ നാട്ടുകാർക്ക് എവിടെ നിന്ന് കിട്ടിയത്? ഇവിടെയാണ് നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടത്. നമ്മുടെ മുമ്പിൽ ഇസ്ലാമിക പാരമ്പര്യത്തിന്, ചരിത്രത്തിന് നമ്മളും റസൂലുള്ളാഹിയും തമ്മിൽ നമുക്ക് കിട്ടിയ ദീനിന്റെ പാരമ്പര്യത്തിൽ റസൂലുള്ളാഹിയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന ദീന് ഒരു ചെവിയെ നമുക്കറിയുള്ളൂ, ഒറ്റ ചെവി. റസൂലുള്ളാഹി തങ്ങൾ മാലിക് ദിനാർ തങ്ങളോട് പറഞ്ഞു, മാലിക് ദിനാർ തങ്ങൾ നമ്മളെ പാപ്പാനോട് പറഞ്ഞു, പാപ്പ പാപ്പാനോട് പറഞ്ഞു, പാപ്പ മകനോട് പറഞ്ഞു, മകൻ മകന്റെ മകനോട് പറഞ്ഞു, അതിന്റെ മകനോട് പറഞ്ഞു, അതിന്റെ മകനോട് പറഞ്ഞു. ആ ഇസ്ലാമായി നമ്മൾ എത്തേണ്ടത്. നമ്മൾ ഓതുന്ന ഏതൊന്നുണ്ടോ, നമ്മൾ ഓതുന്ന ഖുർആൻ, നമ്മൾ ഓതുന്ന മൗലിദ്, നമ്മൾ ഓതുന്ന ഹദീസ്, നമ്മൾ പറയുന്ന മസ്അല, ഏതും. ഇനി ഞാൻ വേറെ ചില തമാശകളിൽ വെക്കും. ബാപ്പക്ക് തങ്ങൾ അടക്കമുള്ള നമ്മളൊക്കെ ഇസ്ലാമിന് പുറത്താണ് എന്നാണ് ഇപ്പൊ മൗദൂദിയുടെ വാദം.
വഹാബികളുടെ വാദം. പക്ഷെ ഈ വാദത്തിൽ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇവർ പറയാനല്ലാതെ ഇവർക്ക് ഈ വാദഗതിയിൽ വിശ്വാസം എന്ന് പറഞ്ഞ സംഗതിയേ ഇല്ല. ഉണ്ടോ? ഇല്ല. എന്ത്? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, വഹാബി ചെറുപ്പക്കാർ മുഴുവനും ഇപ്പൊ കല്യാണം കഴിക്കാൻ വേണ്ടി തെരഞ്ഞു നടക്കുന്നത് സുന്നി കുട്ടികളെയാണ്. മനസ്സിലായോ? ഞാൻ ചോദിക്കട്ടെ, ഈ നിക്കാഹ് ചെയ്യാം അല്ല, ഒന്ന് നെഞ്ഞത്ത് കൈവച്ചിട്ട് എന്റെ ചെറുപ്പക്കാർ വഹാബിയത്തിൽ കുടുങ്ങിപ്പോയവരുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കും. മൗലൂദ് ഓതന ആമിനു, മൗലൂദ് ഓതന ആയിഷാത്താന്റെ മകളാണ് ആമിനു. ഓക്കും അറിയാം മൗലൂദ് മദ്ദാദ്. ഇങ്ങനെ തള്ളക്കവിന് അത് തന്നെയാണ് പണി. ബാപ്പ അവിടുത്തെ മൗലൂദ് കമ്മിറ്റിന്റെ പ്രസിഡന്റുമാണ്. മൂപ്പരെ മകള് ഇപ്പൊ +2 ഒക്കെ കഴിഞ്ഞ കുട്ടിയാ. വഹാബിന്റെ നേതാവ് അന്വേഷിക്കാണ് കല്യാണത്തിന്. അല്ല, ഞങ്ങൾ സുന്നികളാണ്, അതിന് കുഴപ്പമില്ല. ആര് നിക്കാഹ് ചെയ്യാൻ ആരെ കുഴപ്പമില്ല? മുശ്രിക്കായ പെണ്ണിനെ കുഴപ്പമില്ല. ഞാൻ ചോദിക്കട്ടെ, നിക്കാഹിന്റെ സഭയായപ്പോ ഈ സുന്നി കാക്ക വാശി പിടിച്ചു, ഞങ്ങൾക്ക് പഴയ നിക്കാഹേ പറ്റുള്ളൂ. ആയിക്കോട്ടെ, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ മുശ്രിക്കായ വാപ്പ വഹാബിയായ പുതിയാപ്പിളക്ക് ജബ്ബലിത്തുക്കാവ അങ്കാഴത്തുക്കാരന് നിക്കാഹ് ചെയ്ത് കൊടുത്തിട്ട് ആ നിക്കാഹ് മുശ്രിക്ക് നിക്കാഹാണോ മുസ്ലിം നിക്കാഹാണോ? എന്താ ഇതിന്റെ വിധി? ഇനി നമുക്ക് വഹാബിയോട് തിരിച്ചു ചോദിക്കാനുള്ള ഒരു ചോദ്യം. പെണ്ണ് ഞങ്ങളെ സുന്നി പെണ്ണ്, എന്ന് നിങ്ങൾ കല്യാണം കഴിച്ചുകൊണ്ട് ആര്